കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകളുടെ എണ്ണം കുത്തനെ കൂടി. 2022 സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ 5101 കൂടുതൽ കേസുകളാണ് ഇക്കഴിഞ്ഞ നവംബർ വരെ റിപ്പോർട്ട് ചെയ്തത്. ഡിസംബറിലെ കണക്കുകൂടി ചേരുമ്പോൾ കേസുകളുടെ സംഖ്യ ഇനിയും കൂടും. വധശ്രമ കേസുകളിലാണ് വലിയ വർധന ഉണ്ടായത്. മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗമാണ് ആക്രമണങ്ങൾക്കും കേസുകൾ ഉയരാനും കാരണമായി പോലീസ് തന്നെ പറയുന്നത്. സർക്കാരാകട്ടെ നാടുനീളെ പുതിയ ഡിസ്റ്റിലറികളും ബാറുകളും മദ്യഷാപ്പുകളും തുറന്ന മദ്യവികസന നടപടികളുമായി മുന്നേറുകയാണ്. 2022 2,35,858 കേസുകളാണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇക്കഴിഞ്ഞ നവംബർ വരെ 2,40,959 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ തന്നെ വധശ്രമ കേസുകളാണ് ഏറ്റവും കൂടുതൽ. 2022 700 വധശ്രമ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ വർഷം നവംബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം വധശ്രമ കേസുകൾ 918 ആയി. 2022 700 വധശ്രമ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ വർഷം നവംബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം വധശ്രമ കേസുകൾ 918 ആയി. ഡിസംബറിലെ കണക്കുകൂടി വരുമ്പോൾ ഇത് 1000 കടന്നേക്കും. ലൈംഗിക അതിക്രമ കേസുകളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അതിക്രമ കേസുകളും കൂടി. സ്ത്രീധന പീഡനം മൂലമുള്ള മരണക്കേസുകൾ 2022 11 ആയിരുന്നു. നവംബർ വരെ 8 ആയി. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡന കേസുകൾ 4345 ആണ് കഴിഞ്ഞ നവംബർ വരെ. 2022 4998 ആയിരുന്നു. കൊലക്കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 334 നിന്നും 306 ആയി കുറഞ്ഞു. ബലാത്സംഗം, കലാപ കേസുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ മോഷണം, ഭവനഭേദനം എന്നീ കേസുകൾ വർദ്ധിച്ചു. ദേഹോപദ്രവ കേസുകളും കൂടിയിട്ടുണ്ട്. 17,174 ആയിരുന്നു 2022 റിപ്പോർട്ട് ചെയ്തത്. 17,713 കേസുകളാണ് 2023 നവംബർ വരെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങൾ നിരവധിയാണ്. കരിങ്കൊടിക്കാരെ ഡിവൈഎഫ്ഐക്കാർ അടിച്ചൊതുക്കിയതും പ്രതിഷേധക്കാരെ പോലീസുകാർ അടിച്ചതും പോലീസുകാരെ പ്രതിഷേധക്കാർ അടിച്ചതുമായ ഡിസംബറിലെ കേസുകളുടെ കണക്കുകൾ വരുമ്പോൾ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകും. തട്ടിപ്പു കേസുകളും കൂടി. 2022 8,307 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 10,393 കേസുകളായി.